കൽപ്പറ്റ ടൗൺഷിപ്പിലെ 178 വീടുകളിലേക്കും സ്മാർട്ട് ടി വി നൽകി ഇടത് യുവജന സംഘടന ഡിവൈഎഫ്ഐ. ടൗൺഷിപ്പ് ഒന്നാംഘട്ട ഉദ്ഘാടനത്തിനിടെയാണ് ഡിവൈഎഫ്ഐ ടി വി വിതരണം ചെയ്തത്. മുഖ്യമന്ത്രിക്ക് കൈമാറിയാണ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന പ്രസിഡന്റ് വി കെ സനോജും സെക്രട്ടറി വി വസീഫും വിതരണത്തിന് നേതൃത്വം നൽകി. നേരത്തെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി 20 കോടി രൂപ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. ആക്രി പെറുക്കി വിറ്റും കൂലിപ്പണി ചെയ്തും ചായ വിറ്റും തട്ടുകട നടത്തിയും അവർ 100 വീടുകൾക്കുള്ള 20 കോടി രൂപ സമാഹരിച്ചു നൽകി. ഇന്ന് 178 വീടുകളിലേക്കും അവർ ഓരോ ടി വി വാങ്ങി നൽകി. മുൻകാല പ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനമാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിനോടകം ഫേസ്ബുക്കിൽ കുറിച്ചു. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ 178 വീടുകളുടെ കൈമാറ്റവും പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അടുത്ത മഴയ്ക്ക് മുൻപ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ എല്ലാവർക്കും വീട് കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇനിയുള്ള ദുരന്തബാധിതർക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വീട് ലഭ്യമാക്കും. സമൂഹത്തിലെ നിരവധി ആളുകൾ ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധരായെന്നും സഹായം വാഗ്ദാനം ചെയ്ത പലരും വാക്ക് നിറവേറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുൻപായി ടൗൺഷിപ്പിലെ നിർമ്മാണം പൂർത്തിയായ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ദുരന്തബാധിതർക്ക് പട്ടയം മുഖ്യമന്ത്രി വിതരണം ചെയ്തത്. ദുരന്തത്തിന് ഇരയായി ഗുരുതര പരിക്കേറ്റ അവ്യക്തനാണ് ആദ്യം പട്ടയം കൈമാറിയത്. കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായി.